ഇന്നത്തെ ഞങ്ങളുടെ യാത്ര റിയാദ് കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. മെട്രോയുടെ യെല്ലോ ലൈനിൽ ആവും യാത്ര. തുടക്കം സ്കിരീന എന്നറിയപ്പെടുന്ന ഗുബേറ പ്രവിശ്യയിലെ സ്റ്റേഷനിൽ നിന്ന് ബ്ലൂ മെട്രോയിലാവും. ഇതാണ് സ്കിരീന സ്റ്റേഷൻ. 30ാം സ്റ്റേഷൻ നമ്പർ ആയ സ്കിരീനയിൽ നിന്ന് ബത്ത, മ്യൂസിയം, മുറബ്ബ, MOI, അൽ ഉറൂബ വഴി 17ാം നമ്പർ STC സ്റ്റേഷനിലെത്തും. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. കിങ് ഫഹദ് സ്റ്റേഷനിലേക്ക് പോകുന്ന റെഡ് ലൈനിൻ്റെ കണക്ഷൻ ഇവിടെ നിന്ന് കിട്ടും. തുടർന്ന് കിങ് ഫഹദ് ഡിസ്ട്രിക്റ്റിലൂടെ 13ാം നമ്പറായ KAFDയിൽ ഇറങ്ങും. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള യെല്ലോ ലൈനിൻ്റെയും നസീമിന് പോകുന്ന വയലറ്റ് ലൈനിൻ്റെയും കണക്ഷൻ കിട്ടും. തുടർന്ന് യെല്ലോ ലൈനിൽ കയറി എയർപോർട്ടിലേക്ക് പോകും. എയർപോർട്ടും പരിസരവും കണ്ട് ഇതേ പാതയിലൂടെ മടങ്ങുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ പ്ലാൻ. ഞങ്ങൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എസ്കലേറ്റർ വഴി മുകളിലത്തെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു. ഇന്നത്തെ യാത്രയോർത്ത് ഞങ്ങൾക്ക് ആകാംക്ഷയും അതോടൊപ്പം ഉന്മേഷവും തോന്നി. കോറിഡോറിൻ്റെ സൈഡിൽ മെട്രോയുടെ മാപ്പും ടിക്കറ്റ് കൗണ്ടറും മെട്രോ കാർഡ് എടുക്കുവാനും ടോപ്പപ്പ് ചെയ്യുവാനുമുള്ള മെഷീൻ വെച്ചിട്ടുണ്ട്. മെട്രോ കാർഡ് ഉണ്ടായിരുന്നതിനാൽ കാർഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ബ്ലൂ മെട്രോയുടെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു. ചില്ലിലൂടെ സ്റ്റേഷന്റെ പുറം കാഴ്ച നോക്കിക്കണ്ടു. ട്രെയിനിനായി അക്ഷമയോടെ കാത്തുനിന്നു. വെള്ളിയാഴ്ച രാവിലെ ആയതിനാൽ പ്ലാറ്റ്ഫോമും പരിസരവും വിജനമാണ്. പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണ ഭംഗി ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. അപ്പോഴേക്കും ട്രെയിൻ എത്തി. ഉള്ളിൽ പ്രവേശിച്ചു. ബ്ലൂ മെട്രോയിൽ നീല വരെയുള്ള ഇരിപ്പിടങ്ങളിലിരിക്കുന്ന യാത്രക്കാരുടെ ഇടയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് നടന്നു. മെട്രോയിലെ യാത്ര ചിലവ് കുറഞ്ഞതാണ്. മണിക്കൂറിന് 2 റിയാൽ മാത്രം. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് 4 റിയാലാണ്. 2 മണിക്കൂർ യാത്ര ചെയ്യാം. 3 ദിവസത്തേക്കുള്ള ടിക്കറ്റിന് 20 റിയാലും സ്ഥിരം യാത്രക്കാർക്ക് 1 മാസത്തെ ടിക്കറ്റിന് 164 റിയാലുമാണ് ഈടാക്കുക. പല സ്റ്റേഷനും കടന്നുപോയി. ഇടയ്ക്ക് പുറകിലുള്ള യാത്രക്കാരെയും നിരീക്ഷിച്ചു. 2014 ഏപ്രിലിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ റിയാദ് മെട്രോ 10 വർഷത്തിന് ശേഷം 2024 സെപ്റ്റംബറിലാണ് കന്നി യാത്ര തുടങ്ങിയത്. തുടക്കത്തിൽ 64 കിലോമീറ്റർ മാത്രം പാതദൈർഘ്യം ഉണ്ടായിരുന്ന ബ്ലൂ ലൈനും റെഡ് ലൈനുമായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള 6 ലൈനുകൾ മെട്രോ പ്രവർത്തിപ്പിക്കുന്നു. അതിൽ 65 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. ബത്ത, മ്യൂസിയം, മുറബ്ബ, ഒലയ, STC എന്നീ സ്റ്റേഷനുകൾ താണ്ടി കിങ് ഫഹദ് ഡിസ്ട്രിക്റ്റിലൂടെ KAFD എന്ന സ്റ്റേഷന് തൊട്ടുമുമ്പ് ട്രെയിൻ തുരങ്കപാത വിട്ട് ഉപരിതലത്തിൽ പ്രവേശിച്ചു. KAFD സ്റ്റേഷന്റെ എല്ലാ ചിത്രങ്ങളിലും സ്റ്റേഷന്റെ പുറകിലായി കാണുന്നത് ഈ കെട്ടിടമാണ്. ഇതാണ് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്. ദേശീയവും അന്തർദേശീയവുമായ വ്യാപാരത്തിന്റെ ഓഫീസുകളും ഷെയർ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളുടെയും മറ്റും പ്രവർത്തന കേന്ദ്രമാണ് ഇവിടെ. രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രം, ഫൈനാൻഷ്യൽ ഹബ്ബ് ആണ്. ഇതാണ് KAFD സ്റ്റേഷന്റെ കുറെ ചിത്രങ്ങൾ. ട്രെയിൻ KAFD സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്റ്റേഷന്റെ നിർമ്മിതി അതിമനോഹരമായി തോന്നി. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കയറി ഇറങ്ങണം. ബ്ലൂ ലൈൻ തുടർന്ന് ഇവിടെ നിന്ന് 2 സ്റ്റേഷനുകൾക്കപ്പുറം സാബ് സ്റ്റേഷനിൽ അവസാനിക്കും. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഓട്ടോമാറ്റിക് വാതിൽ അടഞ്ഞതും ട്രെയിൻ അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഞങ്ങൾ സ്റ്റേഷന്റെ ഉള്ളിലെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും കാണുവാൻ മുമ്പോട്ട് നടന്നു. ഈ സ്റ്റേഷന് 6 പ്ലാറ്റ്ഫോമും 6 നിലകളുമാണ് ഉള്ളത്.
അതിൽ 2 നിലകൾ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആണ്. ടോയ്ലറ്റ് സംവിധാനം ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണുള്ളത്. അത് എല്ലാ മെട്രോ സ്റ്റേഷനും അങ്ങനെയാണ്. ഈ സ്റ്റേഷൻ്റെ ഉൾഭാഗം എത്ര നടന്ന് കണ്ടാലും മതി വരില്ല. അത്ര മനോഹരം. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്നും തന്നെ കാണുന്നില്ല. മെട്രോയുടെ എല്ലാ സ്റ്റേഷനിലും മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിലും ആഹാരപാനീയങ്ങൾ അനുവദീയമല്ല. ഞങ്ങൾ സ്റ്റേഷന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എസ്കലേറ്റർ വഴി ഇറങ്ങി. അന്താരാഷ്ട്ര എയർപോർട്ട് ടെർമിനലിന് സമാനമായ നിർമ്മിതിയാണ് കണ്ടത്. ഒരറ്റത്ത് കോഫി ഷോപ്പും ഒരു മിനി സൂപ്പർ മാർക്കറ്റും ഉണ്ട്. സ്റ്റേഷന് പുറത്ത് ഞങ്ങളെ എതിരേറ്റത് വെൽക്കം ടു KAFD എന്ന ഒരു ലോഗോയുടെ ശില്പമാണ്. സ്റ്റേഷന്റെ ഒരു വശത്തിലൂടെ ഹൈവേ പോകുന്നുണ്ട്, മറുവശത്ത് പടുകൂറ്റൻ കെട്ടിടങ്ങളും. അൽവാദി എന്ന ഒരു ദിശാസൂചിക കണ്ടു. അതിൽ സ്ഥലത്തെ ഒരു മാപ്പും ഉണ്ട്. വാദി എന്ന അറബ് വാക്കിന്റെ അർത്ഥം താഴ്വര എന്നാണ്. വാദി ലബൻ, വാദി ഹനീഫ തുടങ്ങിയ വാദികളിൽ എല്ലാം സൗദിയിൽ പനത്തോട്ടങ്ങളും അരുവികളും വെള്ളക്കെട്ടുകളും പൂന്തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയും ഈ കെട്ടിടങ്ങൾക്കിടയിൽ ഇതുപോലൊരു താഴ്വര ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്തായാലും അൽവാദിയിലേക്ക് ഞങ്ങൾ നടന്നു. സ്ഫടിക നിർമ്മിതി കണക്കെ ഗ്ലാസ് കൊണ്ട് മൂടപ്പെട്ട അമ്പരചുംബിയായ കെട്ടിടം കണ്ടു. ഫൈനാൻഷ്യൽ പ്ലാസ എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുക. മുകളിലേക്ക് നോക്കുമ്പോൾ ഏതാനും തൊഴിലാളികൾ കയറിൽ തൂങ്ങി സമർത്ഥമായി ചില്ലുകൾ വൃത്തിയാക്കുന്ന കാഴ്ച കണ്ട് കുറേ നേരം നോക്കി നിന്നു. പലതരത്തിലുള്ള നിർമ്മാണം കഴിഞ്ഞതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ വാതി ലക്ഷ്യമാക്കി നടന്നു. പടികൾ ഇറങ്ങി താഴ്ന്ന ഒരു പ്രദേശത്തെത്തി. വാദിയിൽ എത്തിയിരിക്കുന്നു. വിചാരിച്ചതിൽ നിന്ന് വിപരീതമായ കാഴ്ചയാണ് കണ്ടത്. സിമന്റ് കൊണ്ടുള്ള നിർമ്മാണങ്ങൾ മാത്രം. ഭാവിയിൽ മറ്റു വാദി പോലെ ആകർഷണീയമായ ഉദ്യാനമോ ജലസംഭരണികളോ നിർമ്മിക്കുമായിരിക്കും. ഇവിടെയും KAFD എന്ന ഫലകം വെച്ചിരിക്കുന്നു. ചുറ്റും വൻ കെട്ടിടങ്ങൾ മാത്രം. ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ തിരികെ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഈ ഭാഗത്ത് അപ്പാർട്ട്മെന്റുകളാണുള്ളത്. ആളുകൾക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റുകൾ. തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അതേ കവാടത്തിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു. യെല്ലോ മെട്രോയുടെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മെട്രോ കാർഡ് സ്കാൻ ചെയ്യണം. യെല്ലോ ട്രെയിനിൽ കയറി.
മുമ്പിൽ 2 ഈജിപ്തുകാരായ മസറികൾ ഇരിപ്പുണ്ട്. അവരും എയർപോർട്ടിലേക്കാണ്. കയറിയപ്പോൾ തന്നെ അവർ തമ്മിൽ ഉച്ചത്തിൽ അന്യോന്യം സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ പുറം കാഴ്ചകൾ കാണുവാൻ അവരുടെ അടുത്ത് മുമ്പിൽ തന്നെ നിന്നു. Destination Terminal 1 and 2. شكرا لاستخدامكم شبكة النقل العام. യാത്രക്കാർ നന്നേ കുറവാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ടാകാം. വന്ന വഴിയിലൊന്നും കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ കാഴ്ചയാണ് ഈ എയർപോർട്ട് റൂട്ടിൽ കണ്ടത്. മനോഹരമായ കാഴ്ചകൾ. ഇടയ്ക്ക് ഹ്രസ്വ ദൂര തുരങ്കങ്ങളും ഉണ്ട്. അകലെ എയർപോർട്ട് ഹൈവേയും എക്സിറ്റ് 8 അടുത്തുള്ള ചെക്ക് പോസ്റ്റും കാണാം. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് ഇത്. Next station, Princess Noor University 1. നൂറ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ മുമ്പിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. സ്ത്രീകൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണിത്. 2000 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ യൂണിവേഴ്സിറ്റി 1970-ൽ കിങ് അബ്ദുൽ അസീസിന്റെ സഹോദരി നൂറ രാജകുമാരിയുടെ പേരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പസിൽ 34ലധികം കോളേജുകളിലായി 30,000-ഓളം വനിതാ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ മുതൽ ഗ്രാജുവേഷൻ ആൻഡ് പ്രൊഫഷണൽ കോളേജും ടെക്നിക്കൽ കോളേജും എന്നു വേണ്ട പലതരം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വനിതകൾക്ക് മാത്രം. ഇത് നൂറ യൂണിവേഴ്സിറ്റിയുടെ ചിത്രിക. യൂണിവേഴ്സിറ്റിക്കായി ആവശ്യമായ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. Destination Terminal 1 and 2. Foreign carriers for എയർപോർട്ടിന്റെ പരിസരത്തേക്ക് പ്രവേശിച്ചു. മുന്നിലിരിക്കുന്ന മസറുകളുടെ ഉച്ചത്തിലുള്ള സംസാരം അരോചകമായി തോന്നി. എയർപോർട്ട് ഏരിയയിലെ പല വിഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫ്ലൈ ഓവറുകൾ കാണാം. Terminal 1 and 2. Foreign carriers for international flights. അങ്ങകലെ എയർപോർട്ടും എയർപോർട്ടിന്റെ കാർ പാർക്ക് കെട്ടിടവും ഒക്കെ കണ്ടു തുടങ്ങി. എയർപോർട്ടിന്റെ പൂർണ്ണമായ ബാഹ്യ കാഴ്ച ആദ്യമായാണ് കാണുന്നത്. ഇതിനു മുമ്പ് ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ.
നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ എയർപോർട്ടിൻ്റെ ഉൾഭാഗം മാത്രമാണല്ലോ കാണാൻ സാധിക്കുക. വിദൂരവും പൂർണ്ണവുമായ കാഴ്ച മെട്രോ ട്രെയിനിലിരുന്ന് മാത്രമേ വീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. റോഡിലൂടെ പോകുമ്പോൾ ഈ ആകാശ കാഴ്ച കിട്ടില്ലല്ലോ. Terminal 1 and 2. Foreign carriers for international flight. മെട്രോ സ്റ്റേഷനും എയർപോർട്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്ക് വേ അങ്ങ് അകലെ കാണാം. അതിലൂടെ വേണം എയർപോർട്ടിലേക്ക് നടന്ന് പ്രവേശിക്കുവാൻ. ടെർമിനൽ 3ഉം 4ഉം കഴിഞ്ഞ് അവസാന സ്റ്റോപ്പായ ടെർമിനൽ 1ൽ എത്തിയിരിക്കുന്നു. This is the terminus. Please leave the train. Thank you for traveling on the Riyadh Metro. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് സമുച്ചയത്തിൽ പ്രവേശിച്ചു. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി വേണം വാക്ക് വേയിൽ പ്രവേശിക്കുവാൻ. നടപ്പാതയുടെ ഇരുവശവും ഗ്ലാസ് ആയതുകൊണ്ട് പുറം കാഴ്ച നല്ലവണ്ണം കാണാം. ടെർമിനലിൽ പ്രവേശിക്കുവാൻ തിരിച്ച് ലിഫ്റ്റ് കയറി ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് സമുച്ചയത്തിൽ പ്രവേശിച്ചു. റിനോവേഷൻ ചെയ്ത എയർപോർട്ട് വളരെ ഭംഗിയുള്ളതും അന്താരാഷ്ട്ര നിലവാരത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറെ ദൂരം നടന്നു. ഇടയ്ക്ക് ശുചിമുറിയിൽ കയറി ഒന്ന് ഫ്രഷപ്പായി. അനന്തമായ ഇടവഴികൾ. അറൈവൽ ടെർമിനലിൽ നിന്ന് ഡിപ്പാർച്ചർ ടെർമിനലിലേക്ക് പടവുകൾ കയറി. എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പുറം കാഴ്ചകൾക്കായി പുറത്തിറങ്ങി. അവിടുത്തെ കാഴ്ചകളും കണ്ടു. ഇനി മടക്കയാത്രയാകാം. വീണ്ടും എയർപോർട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. വന്ന വഴിയിലൂടെ അറൈവൽ ടെർമിനലിലെ ടെർമിനൽ 2ൽ എത്തി. പുറത്തിറങ്ങി. റോഡ് മുറിച്ചു കടന്ന് കാർ പാർക്കിലേക്ക് പ്രവേശിച്ചു. കാർ പാർക്കിലെ ലിഫ്റ്റ് കയറി വാക്ക് വേയിലെത്തി.
തിരിച്ചു നടക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ വീണ്ടും എല്ലാം വീക്ഷിച്ചു. എയർപോർട്ടിനോട് വിട വാങ്ങി. വന്നതുപോലെ മെട്രോയുടെ യെല്ലോ ലൈനിൽ കയറി KAFTയിൽ ഇറങ്ങി ബ്ലൂ ലൈനിൽ കയറി യാത്ര തുടങ്ങി. മടക്കയാത്രയിൽ മെട്രോ ലൈനിന്റെ മറുവശത്തെ കണ്ടതും കാണാത്തതുമായ കാഴ്ചകൾ വീണ്ടും കണ്ടു. റിയാദിന്റെ ആകാശക്കാഴ്ചയും പുരോഗതിയും ഒക്കെ കാണുവാൻ അവസരമുണ്ടാക്കിയ മെട്രോ സംവിധാനത്തിന് നന്ദി. ഇല്ലാത്ത സ്ഥലങ്ങളാണ് സാമാന്യം വിടുവാണ്. വലിയ അമീർമാരുടെയൊക്കെ കെട്ടിടങ്ങളായിരിക്കും ഇതെല്ലാം. ഒരേ രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട്. Ultra Beats on the track.
ശുഭയാത്രയായിരുന്നു. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം. നന്ദി ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന്.